തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയവുമായി UDFും വൻ മുന്നേറ്റവുമായി BJPയും CPMനെ എഴുതിത്തള്ളാൻ ഒരുങ്ങുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ UDFും BJPയും മുന്നോട്ട് വയ്ക്കുമ്പോൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അത്ര പെട്ടെന്നൊന്നും എഴുതിത്തള്ളാൻ കഴിയുന്ന പാർട്ടിയല്ല CPM. പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് വരാലിനെ പോലെ വഴുതി മാറാൻ അറിയാം. സ്വന്തം കാലിലെ മന്ത് മറച്ചു വെച്ചിട്ട് അവരന്റെ വിരലിലെ ചെറിയ നീർവീക്കം നോക്കി ആർത്ത് പരിഹസിക്കാൻ അവർക്കറിയാം. പ്രതിസന്ധികളെ വിജയവഴിയാക്കാൻ അറിയാം. എങ്ങനെ ഫണ്ട് ശേഖരിക്കണം എന്നറിയാം. എതിരാളികളെ എങ്ങനെ ഒതുക്കണമെന്നറിയാം. നിലയില്ലാ കയത്തിൽ നിന്ന് എങ്ങനെ നീന്തിക്കരയറണം എന്നവർക്കറിയാം. എത്ര ഉയരത്തിൽ നിന്ന് വീണാലും പൂച്ച നാലുകാലിൽ നിൽക്കും പോലെ ഏത് പ്രതിസന്ധിയിൽപ്പെട്ടാലും നാലുകാലിൽ നിവർന്നു നിൽക്കാൻ അവർക്കറിയാം. അങ്ങനെയുള്ള CPM ഒരു ചെറിയ മീനല്ല. അതിന് ഇപ്പോഴത്തെ വല പോരാ എന്ന് മനസ്സിലാക്കുക. CPMനെ എഴുതിത്തള്ളാൻ ഇപ്പോൾ കണ്ടതൊന്നും പോരാ. പിണറായിയെ അത്ര പെട്ടെന്ന് എഴുതിത്തള്ളാൻ കഴിയുകയുമില്ല. കാരണം രാഷ്ട്രീയം എന്താണ് എന്നറിയാമെന്നുള്ള മനുഷ്യനാണ്. രാഷ്ട്രീയ തന്ത്രശാലിയാണ്. എതിരാളികളെ മാത്രമല്ല സ്വന്തം പാർട്ടിക്കാരെ പോലും വിരട്ടി നിർത്താൻ അറിയാം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായുള്ള തുടർ ഭരണത്തിന് ശേഷം ഒരു മൂന്നാം ഊഴത്തിന് വേണ്ടിയാണ് CPM ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ BJPക്കും UDFനും ഇത്രയും മുന്നൊരുക്കങ്ങൾ പോരാ. തന്ത്രശാലികളായ രാഷ്ട്രീയക്കാരാണ് CPM. അവർക്ക് ഏത് വിഷയത്തെ എങ്ങനെ പ്രയോഗിക്കണം എന്നറിയാം. തന്റെ നേരെ കൊത്താൻ വരുന്ന പാമ്പിനെ എതിർഭാഗത്തേക്ക് തിരിച്ചുവിടുന്നതിന് അവർക്ക് അസാമാന്യമായ കഴിവുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമലയിലെ സ്വർണ്ണക്കടത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം LDFനെ ഒരുപാട് ചുറ്റിമുറുക്കി. പക്ഷേ അതിന്റെ സംശയമുന ഇപ്പോൾ UDFന്റെ നേർക്കും നീട്ടാൻ പിണറായിക്ക് കഴിഞ്ഞു. പ്രതിപക്ഷ നേതാക്കളെപ്പോലും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ പിണറായിക്ക് കഴിഞ്ഞു. സ്വന്തം പാർട്ടി അംഗങ്ങൾ തന്നെ ഈ വിഷയത്തിൽ ജയിലിലായിരിക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു പൂഴിക്കടകൻ. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ UDF നേതാക്കളുടെ പങ്ക് എന്ത്, സോണിയാഗാന്ധിയുടെ പങ്ക് എന്ത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറക്കെ ചോദിച്ചപ്പോൾ UDFന്റെ ആത്മവിശ്വാസത്തിനേറ്റത് ചെറിയൊരടിയൊന്നുമല്ല. UDF നേതാവിനെ തന്നെ മറ്റു പല കേസുകളുടെയും അന്വേഷണ പരിധിയിൽ നിർത്തുന്നത് ഇതിന്റെ ഭാഗമാണ്. മുൻപും ഇതേ പരീക്ഷണം രാഷ്ട്രീയ കേരളത്തിൽ നടന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ലാവലിൻ കേസ് CBIക്ക് വിട്ടത് ഉമ്മൻചാണ്ടിയാണ്. മറ്റൊരവസരത്തിൽ സോളാർ കേസ് CBIക്ക് വിട്ടുകൊണ്ട് പിണറായി അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. ഞങ്ങളെടുത്തെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങളും എടുത്തു എന്ന് പറഞ്ഞ് UDFന്റെ നേരെ വിരൽ ചൂണ്ടി അവരുടെ ആത്മവിശ്വാസം തകർക്കാൻ പിണറായിക്ക് കുറച്ചെങ്കിലും കഴിഞ്ഞു. തന്ത്രങ്ങളുടെ ആശാനാണ് പിണറായി. ഒരു കിറ്റ് കൊണ്ട് ഒരു ഇലക്ഷൻ ജയിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന നിയമസഭാ ഇലക്ഷൻ അത്ര പെട്ടെന്നൊന്നും CPMനെ എഴുതിത്തള്ളേണ്ടതില്ല. ഭരണ നേട്ടങ്ങൾക്കപ്പുറം എന്തൊക്കെയോ തന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കാത്തിരുന്ന് കാണാം. മാത്രമല്ല ഏത് പ്രതിസന്ധികളെയും ശക്തമായി അതിജീവിക്കാൻ പിണറായിക്ക് അസാമാന്യമായ ഒരു കരുത്തുണ്ട്. ലാവലിനും കരിമണലുമൊക്കെ ഇത്രയും കത്തി നിന്നിട്ടും പിണറായിക്ക് ഒരു കുലുക്കവുമില്ല. ജയിലിലാകും എന്നൊരു പേടിയുമില്ല. അതിന്റെ പിന്നിൽ അറിഞ്ഞതും അറിയാത്തതുമായ അഴിയാ കഥകൾ ഒരുപാടുണ്ട് എന്ന് ജനത്തിനറിയാം. ഇങ്ങനെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിരവധിയുണ്ടെങ്കിലും അത്ര പെട്ടെന്നൊന്നും CPMനെ തകർക്കാൻ കഴിയില്ല. അതിന് കാരണം മറ്റൊന്നാണ്. ഇങ്ങ് താഴെത്തട്ടിലുള്ള അടിസ്ഥാന പ്രവർത്തകർ, CPMന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള വിശ്വാസികൾ, പ്രവർത്തകർ. നമ്മൾ ഡിവോട്ടി എന്നൊക്കെ പറയാറുണ്ട്. അത്രയധികം ദൈവവിശ്വാസമുള്ളവരെ, എന്തും ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കുന്നവരെ, അവർക്കെന്തും ദൈവം കഴിഞ്ഞേയുള്ളൂ. അങ്ങനെ ഡിവോട്ടികളായ സാധാരണക്കാരായ പാവങ്ങൾ, അവരാണ് പാർട്ടിയാണ് എല്ലാം എന്ന രീതിയിൽ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന പച്ച പാവങ്ങൾ. അവർക്ക് കുടുംബം പോലും പാർട്ടി കഴിഞ്ഞേയുള്ളൂ. അങ്ങനെ ചിലരെ നമുക്കെല്ലാം അറിയാം, നിങ്ങൾക്കും അറിയാമായിരിക്കും. എനിക്കറിയാവുന്ന പലരിൽ ഒരാളെക്കുറിച്ച് പറയാം. 70-ാം വയസ്സിലും തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന തനി അടിസ്ഥാന കമ്മ്യൂണിസ്റ്റ് കുടുംബം, കറകളഞ്ഞ CPM കുടുംബം. പാർട്ടി ഭരിക്കുന്ന സൊസൈറ്റിയിലോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലുമോ തന്റെ 2 മക്കളിൽ ഒരാൾക്കെങ്കിലും ഒരു ജോലി നേടി നൽകാൻ കഴിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നെക്കാളും പാവങ്ങൾ അവർക്കുള്ളതാണ് ഈ സ്ഥാനങ്ങളൊക്കെ, ഈ ജോലികളൊക്കെ എന്ന് പറയുന്ന അടിസ്ഥാനപരമായ കമ്മ്യൂണിസ്റ്റുകൾ, ആദർശനിഷ്ഠയുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ. TTC ഉൾപ്പെടെ
വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിരുന്നിട്ടും മറ്റു ജോലിയൊന്നും കിട്ടാതെ നടക്കുന്ന, എന്നിട്ടും അവരിൽ ഒരാളെപ്പോലും പാർട്ടി പരിഗണിക്കാത്തതിൽ വേദനയില്ലാത്ത അടിസ്ഥാന കമ്മ്യൂണിസ്റ്റുകാരൻ, പാർട്ടിക്കെതിരെ പരാതിയൊന്നുമില്ലാത്ത ആദർശവാനായ കമ്മ്യൂണിസ്റ്റ്. ഇവരെ പേടിക്കണം UDFും BJPയും. ഇവരുടെ ചുമലിലാണ്, ഇവരുടെ അധ്വാനത്തിലാണ് ഈ പാർട്ടിയുടെ ബേസ്മെന്റ്. ഇവരുടെ ഹൃദയത്തിലാണ് പാർട്ടിയുടെ ഉറപ്പ്. ഇവരുള്ളിടത്തോളം കാലം, ഇങ്ങനെയുള്ളവർ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഈ പാർട്ടിയെ പേടിക്കണം. ഒന്നും കിട്ടിയില്ലെങ്കിലും പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച പാവങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ മറ്റൊരു വാർത്തയുമായി ഉടൻ